മലയാള സാഹിത്യത്തിലെ പുതിയ കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? ചിന്താവിഷ്ടയായ സീത, വീണപൂവ്, ആസന്ന മരണ ചിന്താശതകം, കരുണ. ഇതിൽ ആൻസറായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്, ആസന്ന മരണ ചിന്താശതകം. രണ്ടാമത്തെ ചോദ്യം, ഒരു ചെരുപ്പ് നിർമ്മിക്കുക എന്നത് ഒരു അധ്യായം എഴുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ആരുടെ വാക്കുകളാണിത്? ഷേക്സ്പിയർ, ലിയോ ടോൾസ്റ്റോയ്, കാൾ മാർക്സ്, വിക്ടർ ഹ്യൂഗോ. ആൻസർ ലിയോ ടോൾസ്റ്റോയ്. ബി ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ജീവിതത്തിൽ നിന്നും വലിച്ചു കീറിയ ഒരു ഏട് എന്ന് എം.വി. പോൾ വിശേഷിപ്പിച്ചത് ഏത് കൃതിയെയാണ്? ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏട് എന്ന് എം.വി. പോൾ വിശേഷിപ്പിച്ചത് ഏത് കൃതിയെയാണ്? ആൻസർ ബാല്യകാലസഖി. ബഷീറിൻ്റെ ബാല്യകാലസഖിയെയാണ് ജീവിതത്തിൽ നിന്നും വലിച്ചു കീറിയ ഒരു ഏട് എന്ന് എം.വി. പോൾ വിശേഷിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് 2-3 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ജീവിതത്തിൽ നിന്നും വലിച്ച് ചീന്തിയ ഒരു ഏടാണ് ബാല്യകാലസഖി എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാം. എം.വി. പോൾ ആണ്. നാലാമത്തെ ചോദ്യം, പുരാണ കഥകളെ ഉപജീവിച്ച് ചാക്യാന്മാർ നടത്തുന്ന കഥാകഥനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പുരാണ കഥകളാണ് ചാക്യാന്മാർ പറയുന്ന ഏത് പേരിലാണ്? ഓപ്ഷൻ ബി കൂത്ത്. ആൻസർ കൂത്ത് എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, സത്യമേവ ജയതേ എന്ന ഉപനിഷത്ത് വാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബ്രാഹ്മി, ഗ്രന്ഥലിപി, വട്ടെഴുത്ത്, ദേവനാഗരി ലിപി. സത്യമേവ ജയത് എന്ന ഉപനിഷത്ത് വാക്യം ദേവനാഗരി ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ ആൻസറായിട്ട് വരുന്നത് ഡി ആണ്. ആറാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ഫലിത സാഹിത്യകാരൻ ആരാണ്? സഞ്ജയൻ, ഇ.വി. കൃഷ്ണപിള്ള, കുഞ്ചൻ നമ്പ്യാർ, തോലൻ. ഇതിനകത്ത് 4 പേരും ഫലിത സാഹിത്യകാരന്മാരാണ്. സഞ്ജയൻ, എം.ആർ. നായർ എന്നറിയപ്പെടുന്ന സഞ്ജയനും ഇ.വി. കൃഷ്ണപിള്ളയും കുഞ്ചൻ നമ്പ്യാറുമൊക്കെ ഫലിതത്തിലൂടെയാണ് തൻ്റെ രംഗത്തേക്ക് കടന്നു വന്നത്. പക്ഷേ ആദ്യത്തെ ഫലിത സാഹിത്യകാരൻ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഇ.വി. കൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പത്രപ്രവർത്തകർക്ക് വഴികാട്ടിയായ വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? പത്രപ്രവർത്തന രംഗത്ത് ഏർപ്പെട്ടതിൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ട ഒരാൾ നമുക്കറിയാം അല്ലേ? അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. ഈ 2 സംഭവങ്ങളും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വയം ആൻസർ കിട്ടിയിട്ടുണ്ട്. ആൻസർ എ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ഗ്രന്ഥം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. എട്ടാമത്തെ ചോദ്യം, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ പ്രഥമ കൃതി ഏതാണ്? സഭാപ്രവേശം, കല്യാണ സൗഗന്ധികം, കിരാതം, ഘോഷയാത്ര. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി ഏതാണ്? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അപ്പോൾ ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് ഒരു ഓട്ടൻ തുള്ളലാണ് കേട്ടോ. 3 തുള്ളലാണുള്ളത്. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. ആദ്യത്തെ കൃതി ഓട്ടൻ തുള്ളൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അത് കല്യാണ സൗഗന്ധികമാണ്. കന്നഡ ഭാഷയിലെ പ്രസിദ്ധനായ നോവലിസ്റ്റും കേരള സർവകലാശാല വൈസ് ചാൻസലറുമായിരുന്ന വ്യക്തി ആരാണ്? 4 പേരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. അതിലാരാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ? അതോടൊപ്പം തന്നെ കന്നഡ ഭാഷയിലെ പ്രസിദ്ധനായ നോവലിസ്റ്റും കൂടിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് യു.ആർ. അനന്തമൂർത്തി. അനന്തമൂർത്തിയാണ് ആൻസറായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം, സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്
എം.ആർ. നായർ, സഞ്ജൻ, എം.ആർ. നായർ, മൂർക്കോത്ത് രാമുണ്ണി നായർ എന്നുള്ളതാണ് മുഴുവൻ പേര്. എൻ്റെ ചുരുക്കപ്പേരാണ് എം.ആർ. നായർ എന്നുള്ളത്. ഹാസ്യ സാഹിത്യകാരനാണ്. 11. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ എം.ടി. വാസുദേവൻ നായർ രചിച്ച പ്രശസ്തമായ കൃതി ഏതാണ്? ഇരുട്ടിൻ്റെ ആത്മാവ്, വിൽപ്പന, അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ, ബന്ധനം. ഇതിനകത്ത് ഏതാണ് എം.ടിയുടെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച കൃതി? അത് ശ്രദ്ധിക്കണം, ബൈബിളിൻ്റെ പശ്ചാത്തലമാണെന്നുള്ളത്. ആൻസർ സി ആണ്, അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഭാഷാ കവിതയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അതൊരു പുതിയ ചോദ്യമാണ്. നമ്മളത് ആധുനിക ഭാഷയുടെ പിതാവല്ല, ആധുനിക ഭാഷാ കവിതയുടെ വിധാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, വെൺമണി അച്ഛൻ നമ്പൂതിരി, നടുവം കവികൾ, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. ഇതിൽ ആൻസർ വെൺമണി അച്ഛൻ നമ്പൂതിരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കെ.എൽ. മോഹനവർമ്മയും മാധവക്കുട്ടിയും ചേർന്ന് രചിച്ച നോവൽ ഏതാണ്? അമാവാസി, നീർമാതളം പൂത്തകാലം, ഓഹരി, മനോരഥം. ഇതിലേതാണ് കെ.എൽ. മോഹനവർമ്മയും മാധവക്കുട്ടിയും ചേർന്ന് രചിച്ച നോവൽ? ആൻസർ അമാവാസി, ഓപ്ഷൻ എ ആണ്. തിരിച്ചും ചോദിക്കാം, അമാവാസി എന്ന നോവൽ രചിച്ചത് ആരൊക്കെ ചേർന്നാണ്? കെ.എൽ. മോഹനവർമ്മയും മാധവക്കുട്ടിയും ചേർന്ന് രചിച്ചതാണ്. അടുത്തത്, മലയാള സാഹിത്യത്തിന് സാർവദേശീയ അംഗീകാരം നേടിക്കൊടുത്ത കവി ആരാണ്? ദേശീയ അംഗീകാരം കൊടുത്ത കവി ആരാണ്? കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണമേനോൻ, ജി ശങ്കരക്കുറുപ്പ്. ആൻസർ സി ആണ് ആൻസറായിട്ട് വരുന്നത്, വള്ളത്തോൾ നാരായണമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, അന്യാപദേശ ശതകം എന്ന സംസ്കൃത കാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? അന്യാപദേശ ശതകം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, നീലകണ്ഠ ദീക്ഷിതർ, ശങ്കരാചാര്യർ, രാമപാണി വാദൻ. ആരാണ്? ആൻസർ അന്യാപദേശ ശതകം എന്ന സംസ്കൃത കാവ്യത്തിൻ്റെ രചയിതാവ് നീലകണ്ഠ ദീക്ഷിതർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, പി കുഞ്ഞിരാമൻ നായർ. ഇത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആണ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ പ്രശസ്തനായ ഒരു കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നും കൂടി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അറിയപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണെന്നറിയാമോ? കുടിയൊഴിക്കലാണ് വൈലോപ്പിള്ളിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി. വൈലോപ്പിള്ളിയുടെ പ്രഥമ കവിതാ സമാഹാരം ഏതാണ്? കന്നിക്കൊയ്ത്താണ് പ്രഥമ കവിത വൈലോപ്പിള്ളിയുടെ. അതുപോലെ വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായ ഒരു കവിതയാണ് മാമ്പഴം. അതൊക്കെ ഓർത്ത് വെക്കുക. ഫ്രഞ്ച് സർക്കാരിൻ്റെ അത്യുന്നത ബഹുമതിയായ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? എം മുകുന്ദൻ, ഒ.വി. വിജയൻ, തകഴി ശിവശങ്കരപ്പിള്ള, എം.ടി. വാസുദേവൻ നായർ. ആൻസർ ഓപ്ഷൻ എ ആണ്, എം മുകുന്ദൻ. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഫ്രഞ്ച് പശ്ചാത്തലമാക്കി എഴുതിയ ഒരു മാഹിയാണ് അതിനകത്ത് പശ്ചാത്തലമായി വന്നത്. എങ്കിലും ഫ്രഞ്ച് അധീനതയുടെയൊക്കെ സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥ പറഞ്ഞ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം മുകുന്ദൻ്റെ നോവലാണ്. അപ്പോൾ ആ ഫ്രഞ്ച് സർക്കാരിൻ്റെ ബഹുമതിയും കൂടി അദ്ദേഹത്തെ തുടർന്ന് ലഭിക്കുകയുണ്ടായി. എം മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ രചയിതാവും. വയലാറിൻ്റെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ഏതാണ്? വയലാർ രാമവർമ്മയെ നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ പല ഖണ്ഡകാവ്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. സർഗസംഗീതവും, മദ്യപാനമേ, വറ്റുക, ആയിഷ, എൻ്റെ മണ്ണ്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു ഖണ്ഡകാവ്യമാണ് ആയിഷ. ഓപ്ഷൻ ബി.
നടൻ ചാർലി ചാപ്ലിൻ്റെ ഭാര്യ ഊനയുടെ അച്ഛനായ പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? ചാർലി ചാപ്ലിൻ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ പേരാണ് യൂജീൻ ഒനീൽ. യൂജീൻ ഒനീൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ആൻസർ. ആധുനികതയുടെ വക്താവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാള കവി ആരാണ്? സച്ചിദാനന്ദൻ, ആറ്റൂർ രവിവർമ്മ, ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കർ, കടമ്മനിട്ട രാമകൃഷ്ണൻ. ആധുനികതയുടെ വക്താവ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കർ. സി വി രാമൻപിള്ളയുടെ സംഭാഷണ ശൈലിയെക്കുറിച്ച് എഴുതപ്പെട്ട പ്രസിദ്ധ കൃതി ഏതാണ്? സി വിയുടെ സംഭാഷണ ശൈലിയെക്കുറിച്ച് എഴുതപ്പെട്ട കൃതിയാണ് പ്രതിപാത്രം ഭാഷണഭേദം. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പുതിയ കുറേ ചോദ്യങ്ങളെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. നെറ്റ്, സെറ്റ് ഇവർ എഴുതുന്നവരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കേട്ടിട്ടിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ മാതൃകകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം 22. ആദ്യത്തെ ഭാരതീയ വിജ്ഞാനകോശം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? നെറ്റിനും സെറ്റിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മറ്റ് സാഹിത്യത്തെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുകൂടി ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ഭാരതീയ വിജ്ഞാനകോശം ഏത് ഭാഷയിലാണ്? ഹിന്ദി, സംസ്കൃതം, ബംഗാളി, മറാഠി. ആൻസർ സി ആണ്. എന്താണ്? ബംഗാളിയാണ് ആദ്യത്തെ ഭാരതീയ വിജ്ഞാനകോശം പ്രസിദ്ധീകരിച്ചത്. അടുത്തത് 23ാമത്തെ ചോദ്യം. ഭാഗവതത്തിലെ അധ്യായങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭാഗവതത്തെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഭാഗവതം, ദശമസ്കന്ധം എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭാഗവതത്തിലെ അധ്യായങ്ങൾ സ്കന്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി. ഇനി മഹാഭാരതത്തിലെ അധ്യായങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മഹാഭാരതത്തിലെ നളചരിതം ഒക്കെ മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണ് അല്ലേ? വനപർവ്വം അതിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ഓർക്കണം മഹാഭാരതത്തിലെ അധ്യായങ്ങൾ പർവ്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി രാമായണത്തിലെ അധ്യായങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാണ്ഡം, സ്കന്ധം, പർവ്വം, സർഗം. നമ്മൾ രാമായണം പറയുമ്പോൾ അധ്യാത്മരാമായണം അല്ലേ? ഇതൊക്കെ സുന്ദരകാന്ഡം എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക രാമായണത്തിലെ അധ്യായങ്ങൾ കാണ്ഡം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ്. അപ്പോൾ 3 ഭാഗവതമുണ്ട്, മഹാഭാരതമുണ്ട്, രാമായണമുണ്ട്. ഭാഗവതത്തിലെ സ്കന്ധമെന്നും മഹാഭാരതത്തിലെ പർവ്വമെന്നും രാമായണത്തിലെ കാണ്ഡമെന്നും അധ്യായങ്ങൾ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം. ആരുടെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്? സാമൂതിരി രാജാവ്, കോലത്തിരി രാജാവായ ഉദയവർമ്മൻ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കൃഷ്ണപ്പാട്ട്. കൃഷ്ണഗാഥയിലെ വൃത്തം ഏതാണ്? മഞ്ചരിയാണ്. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ മഹാകാവ്യം എന്ന് ചോദിച്ചാലും അത് കൃഷ്ണഗാഥയാണ്. അപ്പോൾ ഏത് രാജാവിൻ്റെയാണ്? കോലത്തിരി രാജാവായ ഉദയവർമ്മൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. 27ാമത്തെ ചോദ്യം. പൂന്താനം നമ്പൂതിരിയുടെ സമകാലികനായ കവി ആരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, എഴുത്തച്ഛൻ, ചെറുശ്ശേരി രാമപ്പണിക്കർ. പൂന്താനം നമ്പൂതിരിയുടെ സമകാലികനായ കവി ഓപ്ഷൻ എ ആണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. പുത്രവിയോഗത്താൽ മനം നൊന്ത് പൂന്താനം രചിച്ച കൃതി ഏതാണ്? ഓരോ പ്രാവശ്യവും ജനിക്കുന്ന കുഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പുത്രവിയോഗത്താൽ അദ്ദേഹം മനം നൊന്ത് ഒരു കൃതി രചിച്ചു. ജ്ഞാനപ്പാന, സന്താനഗോപാലം, ഭാഷാകർണാമൃതം, കുചേലവൃത്തം. ഓപ്ഷൻ എ ആണ് ജ്ഞാനപ്പാന. 29. നാരായണീയം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണ എന്ന വാക്ക് അതിനകത്തുണ്ട് അല്ലേ? അപ്പോൾ നാരായണീയം എന്ന കൃതിയുടെ കർത്താവ് പൂന്താനത്തിൻ്റെ സമകാലികനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. അടുത്ത ചോദ്യം.
മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ കർത്താവാരാണ്? രാഷ്ട്രീയ ചെറുകഥ അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാണ്? പാട്ടബാക്കി. ആ രാഷ്ട്രീയ നാടകത്തിൻ്റെ രചയിതാവാരാണ്? ദാമോദരൻ അല്ലേ? ദാമോദരൻ്റെ പാട്ടബാക്കിയാണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകം. എന്നാൽ ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥ ആരുടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ, പൊൻകുന്നം വർക്കി, തകഴി ശിവശങ്കരപ്പിള്ള, കേസരി എന്നറിയപ്പെടുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ഇവരാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പൊൻകുന്നം വർക്കിയാണ് ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ കർത്താവ്. ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം, നിർദ്ദേശങ്ങൾ അറിയിക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ പുതുതായി പരിചയപ്പെടുത്താൻ തരുന്നതാണ്.